ഡൽഹിയിൽ അധികാരം പിടിച്ചതോടെ ബിജെപിയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയാണ് പരിഗണനാ പട്ടികയിൽ മുന്നിൽ. വിജേന്ദ്ര ഗുപ്ത, ദുഷ്യന്ത് ഗൌതം, മജീന്ദർ സിർസ, മനോജ് തിവാരി തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരുന്നു ബിജെപി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 27 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയതോടെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളും തുടങ്ങി. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി. തോൽപ്പിച്ചത് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ. അട്ടിമറി ജയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേഷിന്റെ സാധ്യത കൂട്ടി. വിജയത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പർവേഷ് വർമ്മ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് വർമ്മ ന്യൂസ് 18നോട്. സർക്കാർ ബൻ रही है मुख्यमंत्री आप में? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. മുഖ്യമന്ത്രിയായാൽ അച്ഛൻ അലങ്കരിച്ച പദത്തിൽ മകനുമെത്തിയെന്ന നേട്ടത്തിന് വെസ്റ്റ് ഡൽഹി മുൻ MP അർഹനാകും. പർവേഷിന്റെ അച്ഛൻ സാഹിബ് സിംഗ് വർമ്മ 1996-98 കാലയളവിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. രോഹിണിയിൽ നിന്ന് തുടർച്ചയായ 3ാം തവണ വിജയിച്ച മുതിർന്ന നേതാവ് വിജേന്ദ്ര ഗുപ്തയാണ് മറ്റൊരാൾ. നിലവിലെ പ്രതിപക്ഷ നേതാവാണ് വിജേന്ദ്ര ഗുപ്ത. മാളവി നഗറിൽ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയ മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ പേരും ചർച്ചകളിലുണ്ട്. പഞ്ചാബി വോട്ടുകൾ നിർണായകമായ ഡൽഹിയിൽ ഒരു സിഖ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ രജൌരി ഗാർഡിൽ നിന്ന് ജയിച്ച മജീന്ദർ സിംഗ് സിർസയ്ക്ക് വഴിതെളിയും. ബിജെപി വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ മുൻ സംസ്ഥാന അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും സാധ്യതയുണ്ട്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്ന തിവാരിയെ ബിജെപി പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാനയുടെ പേരും ചർച്ചകളിലുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.